വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു? വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകളെല്ലാം പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആലിമിന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ഭൂമിയിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഹത്തൽ ഹീത്വാൻ ഫിൽ മായി, മത്സ്യത്തിലുള്ള സമുദ്രത്തിലുള്ള ഒരു ഹീത്വാൻ, ഒരു മത്സ്യം പോലും ആ പണ്ഡിതന് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പണ്ഡിതന് ആബിദിന്റെ മേൽ ആബിദിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. ആരാണ് ആബിദ്? അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മുത്തഖിയായ ഒരു മനുഷ്യൻ. ആ ഒരു മുത്തഖിയായ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠത ആർക്കാണ്? പണ്ഡിതനാണ്. ഏതുപോലെ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രന് സ്ഥാനമുള്ളതുപോലെ, നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതിന്റെ വെളിച്ചത്തേക്കാൾ നമുക്ക് ഉപകാരം കിട്ടുന്നത് ചന്ദ്രന്റെ വെളിച്ചമാണ് ഉപകാരമുള്ളത്. അതല്ലെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചം അങ്ങനെയുള്ളതാണ്. അതുപോലെ ഒരു ആബിദിനേക്കാൾ, ആബിദ് എന്ന് പറയുമ്പോൾ മുത്തഖിയാണ്, അള്ളാഹിനെ ആരാധിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷെ ആ ആബിദിനേക്കാൾ ശ്രേഷ്ഠത ആലിമിനുണ്ട്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും പണ്ഡിതൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സമുദ്രത്തിലുള്ള മത്സ്യം പോലും പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഹദീസ് അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, സ്വഹീഹ് തർഗീബിൽ അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ പണ്ഡിതൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? ഹത്തൻ നംലത ഫീ ജുഹരിഹാ, ഒരു ഉറുമ്പ് പോലും, മാളത്തിലുള്ള ഉറുമ്പ് പോലും പണ്ഡിതൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നെ ഖുദ്സിയായ ഹദീസ്, ആ ഖുദ്സിയായ ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഏതാണ് ഹദീസ്? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട്. ഏതാണ് ഹദീസ്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അല്ലാഹ് പറയാണ്, അതാണല്ലോ ഖുദ്സിയായ ഹദീസ്. എന്താ അല്ലാഹ് പറയുന്നത്? ഈ ഹദീസ് നമ്മൾ പല പ്രസംഗങ്ങളിലും പല ഖുതുബകളിലും ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ കേൾക്കാതെ പോയൊരു വ്യാഖ്യാനം പക്ഷേ ഇതിലുണ്ടാവും. എന്താണ്? എന്റെ വലിയനോട് ആര് യുദ്ധം പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ എന്റെ വലിയനോട് ആര് ശത്രുത കാണിച്ചോ, വേറെ റിപ്പോർട്ടില് എന്റെ വലിയനെ ആര് ഉപദ്രവിക്കുന്നുവോ, എന്റെ വലിയനെ ആര് ഉപദ്രവിക്കുന്നുവോ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ഒരു വലിയ, ആ വലിയനെ ആര് ഉപദ്രവിക്കുന്നോ, ആര് അവനെ ദ്രോഹിക്കുന്നുണ്ടോ, ആരവനോട് ശത്രുത കാണിക്കുന്നുണ്ടോ, അപ്പൊ എന്റെ വലിയനോട് ശത്രുത കാണിക്കുന്നത് ആരാണോ, ഉപദ്രവിക്കുന്നത് ആരാണോ, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ വലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക ആരാണ്? പിന്നെ നമ്മുടെ കൂട്ടത്തിലെ പിന്നെ അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന, പിന്നെ അള്ളാഹുവിനെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പിന്നെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ പറഞ്ഞു, ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിനെ ആര് വ്യാഖ്യാനിച്ചു? ഇമാം ഷാഫി. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഇവിടെ വലിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്? ഫുഖഹാക്കളാണ്, പണ്ഡിതന്മാരാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആലിമ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ മുജ്തഹിദ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫഖീഹ് അല്ലെങ്കിൽ ഫുഖഹാക്കൾ എന്ന് പറയുന്നതും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ്. ആരാണ് ആലിമ്, ആരാണ് ഫുഖഹാ, ആരാണ് മുജ്തഹിദ്? അതിന് പണ്ഡിതന്മാർ ചില ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. അത് ഏതായാലും ഇവിടെ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ആരും ആ പദവിയിലേക്കോ ആ ദർജയിലേക്കോ ഞാൻ ആലിമാണോ എന്നുള്ളത് ആരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മുജ്തഹിദാണോ, എന്താണ് ഇപ്പോൾ അതിൻ്റെ ഷർത്ത് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാവും. എന്താണെങ്കിലും ഇവിടെ നമ്മൾ ആരും ആ ഒരു ദർജയിലേക്ക് എത്തിയിട്ടില്ല. എന്താണെങ്കിലും ഈ മുജ്തഹിദ് എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫഖീഹ് എന്ന് പറയുന്നതാണെങ്കിലും ആലിം എന്ന് പറയുന്നതാണെങ്കിലും ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ, ഈ വലിയ ആരാണ്? അവർ പറഞ്ഞു, പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫുഖഹാക്കളാണ്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഫുഖഹാക്കളാണ്. അപ്പൊ എന്തായി? ഫുഖഹാക്കളോട്
എൻ്റെ സമൂഹത്തിലെ പണ്ഡിതന്മാരോട് ആര് ശത്രുത കാണിക്കുന്നു, അവരെ ആര് എതിർക്കുന്നോ ഉപദ്രവിക്കുന്നോ, അവരോട് ആര് യുദ്ധം പ്രഖ്യാപിക്കുന്നോ അവരോട് ഞാനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലാഹ് പറയാണ്. അപ്പൊ ഇത് പണ്ഡിതന്മാരുടെ ഒരു മഹത്വമായിട്ടുള്ള വിശദീകരണത്തിൽ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മളിത് വായിച്ചു പോവുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? പണ്ഡിതന്മാരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് കൊടുക്കേണ്ട ഒരു പദവി, അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം, അവർക്ക് കൊടുക്കേണ്ട ഒരു മഹത്വം, അവർക്ക് കിട്ടേണ്ട ഒരു ഹക്കുണ്ട്. അത് നമ്മൾ വകവെച്ച് കൊടുക്കണം എന്നാണ് മൊത്തത്തിൽ ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പണ്ഡിതന്മാര് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ്? ഈ സലഫിന്റെ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ മൻഹജും ഉസൂലും അംഗീകരിക്കുന്ന ആളുകളെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലുള്ള പണ്ഡിതന്മാരുണ്ട്. അവര് പണ്ഡിതന്മാർ തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അഹ്ലുസുന്നയുടെ മൻഹജും ഉസൂലും അംഗീകരിക്കാത്ത ആളുകളുണ്ട്. അവരെ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്തൂല. അഹ്ലുൽ ഇൽമിന്റെ ആളായിട്ട് അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ആളായിട്ട് പെടുത്തൂല. അതിപ്പോ പലരുണ്ട്, ഖത്തറിലുണ്ട്, അതല്ലാത്ത സ്ഥലങ്ങളിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആരാണ്? നമ്മുടെ അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ സലഫികളുടെ ഈ ഉസൂലും മൻഹജും അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ലൈസ മിന്നാ മൻ ലം യുജല്ല കബീറന. നമ്മുടെ കൂട്ടത്തിൽ വലിയവരെ ആദരിക്കാത്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഈ ഹദീസ് വേറെ പല രൂപത്തിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേപോലെ വയർഹം സഈറന, നമ്മുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളോട്, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇത് പല റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അഹമ്മദും തുർമുദിയൊക്കെ പിന്നെ റിവായത്ത് ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു, നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ, അവകാശങ്ങൾ, അവർക്ക് ഇൽമുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട ഹക്ക്, അത് കൊടുക്കാത്തവനും അതറിയാത്തവനും അത് മനസ്സിലാക്കാത്തവനും അത് നൽകാത്തവനും ആരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരികയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഖുർആൻ പണ്ഡിതന്മാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, സുന്നത്ത് പണ്ഡിതന്മാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, ഇതല്ലാത്ത മഹാന്മാരും പണ്ഡിതന്മാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ ആരാണ്? പണ്ഡിതന്മാർ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അഹ്ലുസുന്നയുടെ ഉസൂല് മനഹജ് അംഗീകരിക്കുന്ന ആളുകള്. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി നമ്മൾ എണ്ണുന്നത് ആരെയാണ്? പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ എണ്ണുന്നത് സ്വഹാബികളെയാണ്. നമ്മൾ ആദ്യമായിട്ട് ഉലമാക്കളുടെ അല്ലെങ്കിൽ ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ എണ്ണുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഹി കിട്ടുന്ന പ്രവാചകനാണ്, നബിയാണ്, അള്ളാഹിന്റെ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിരുപാധികമായി ചോദ്യം ചെയ്യാതെ വഹി എന്താണോ അത് നമ്മൾ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും അത് അതേപോലെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. പക്ഷെ ഇവിടെ എന്തോ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഈ പണ്ഡിതന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ദീനീപരമായിട്ട് ഈ ദീന് നമുക്ക് എത്തിച്ചു തന്നത് അവരാണ്. ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നതും ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചതും അവരാണ്. ഖുർആനിന്റെ വ്യാഖ്യാനവും ഖുർആനിന്റെ തഫ്സീറുകളും അതിന്റെ ബാക്കിയുള്ള നിയമങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു തന്നത് പണ്ഡിതന്മാരാണ്. അതേപോലെ തന്നെ ഫിഖ് ആണെങ്കിലും ഉസൂലുൽ ഫിഖിന്റെ കാര്യമാണെങ്കിലും അതല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഹറാം ഹലാലുകളെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും സുന്നത്ത് എന്താണ്, ബിദഅത്ത് എന്താണ്, അല്ലെങ്കിൽ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, അല്ലെങ്കിൽ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? സ്വഹാബികൾക്കാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മൾ സലഫികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സലഫിന്റെ പണ്ഡിതന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്? ആദ്യം തന്നെ ഗൾഫിൽ കുറെ ആളുകളുണ്ട്, അവരാണ് സലഫികൾ എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോവുക. അങ്ങനെയല്ല, അവരിതിൽ പെടുമല്ലേ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പണ്ഡിതന്മാർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് ആരെയാണ്? സഹാബികളെയാണ് ആദ്യമായിട്ട് നമ്മൾ ഉലമാക്കൾ അല്ലെങ്കിൽ ഫുഖഹാക്കൾ അല്ലെങ്കിൽ മുജ്തഹിദീങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ
അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഈ ദീനീപരമായിട്ട് ഈ കാര്യങ്ങൾ അവര് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബാധ്യത നമുക്കുണ്ടെന്നർത്ഥം. ഏത് ഇപ്പൊ ഒരു വിഷയം എന്താ വെച്ചാല് ഖുർആനും സുന്നത്തും പോരെ. എന്തിനാണ് പണ്ഡിതന്മാരെ പിൻപറ്റുന്നത്? ഈ വാദം അപകടകരമായ ഒരു വാദമാണ്. ഇനി പണ്ഡിതന്മാർ പറഞ്ഞത് എന്തും വായ തൊടാതെ വിഴുങ്ങണം, അത് അങ്ങോട്ട് അനുസരിച്ചു കൊള്ളണം എന്നുള്ള ഒരു തഖലീദ് നമുക്കുണ്ടോ? തഖലീദില്ല. പക്ഷെ ഈ ഒരു വാദം ഉണ്ടല്ലോ, എന്ത് ഖുർആനും സുന്നത്തല്ലേ പ്രമാണങ്ങള്, പിന്നെന്തിനാണ് പണ്ഡിതന്മാരുടെ കവലുകൾ പറയുന്നത്, പിന്നെന്തിനാണ് പണ്ഡിതന്മാരനുസരിക്കുന്നത്, അവർ വെറും പണ്ഡിതന്മാരല്ലേ എന്നുള്ള രൂപത്തിലുള്ള ഈ വാദം തികച്ചും അപകടകരമായൊരു വാദമാണ്. കാരണം പണ്ഡിതന്മാരെ തള്ളണമെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സലഫിയത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന ഒരു വിശ്വാസമാണ്. അത് തീർത്തും നമ്മുടെ മൻഹജിനെതിരാണ് ആ വാദം. സലഫിയത്ത് എന്താണോ അതിനെതിരാണ് ആ വാദം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശം എന്താണോ അതിനെതിരാണ് ആ വാദം. ഏത് വാദം? ഈ എന്തിനാണ് പണ്ഡിതന്മാര്, എന്തിനാണ് അവരുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ അവര് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാര് മാത്രല്ലേ, അവരെ എങ്ങനെയൊക്കെ ആദരിക്കേണ്ടതുണ്ടോ, അവര് ബഹുമാനിക്കേണ്ടതുണ്ടോ, എന്തിനാണ് അവരുടെ വാക്കുകൾ എടുത്തുദ്ധരിക്കുന്നത്? ഈ ചോദ്യമായിരുന്നു പൂർവിക കാലത്തുള്ള വ്യതിയാനത്തിന്റെ കക്ഷികളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു. ഇങ്ങനെയാണ് അവർക്ക് വ്യതിയാനം വന്നത്. അവരുടെ വ്യതിയാനത്തിന്റെ തുടക്കതായിരുന്നു എന്ത്? ഖുർആനും സുന്നത്തും മതി, ഈ പണ്ഡിതന്മാരെന്ന് അംഗീകരിക്കേണ്ട, അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരെന്ന് അംഗീകരിക്കേണ്ട. ഇതില് അതിര് കടന്ന ആളുകളാണ് ഷിയാക്കളായ ആളുകൾ. അവരുടെ കൂട്ടത്തിൽ പല വിഭാഗങ്ങളുണ്ട്, അതിര് കടന്ന ആളുകളാണ് അവര്. അതല്ലാത്ത ഖവാരിജിത്ത് ഉണ്ട്, പിന്നെ മുർജിയത്ത്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗികമായിട്ട് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരെ വരെ തള്ളുന്നുണ്ട്. ഇതിന്റെ അപകടം എന്താ വെച്ചാല് പണ്ഡിതന്മാര് പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ വാദം അത് എവിടേക്ക് അവസാനം എത്തുന്നത്? പണ്ഡിതന്മാര് പറഞ്ഞൊന്നും സ്വീകരിക്കേണ്ട ആയിക്കോട്ടെ, പിന്നെ നമ്മൾ എന്താ ദീനുൽ ഇസ്ലാമിൽ പിന്നെ ഉണ്ടാകുക എന്താ? ഈ ഖുർആനിനെ നമുക്ക് എത്തിച്ചു തന്നത് ആരാ? സഹാബികള്. ഈ സഹാബികള് പണ്ഡിതന്മാരല്ലേ? അപ്പൊ പണ്ഡിതന്മാരെ തള്ളണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ സഹാബികളെ തള്ളണം എന്നാണോ? അപ്പൊ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പണ്ഡിതന്മാരുടെ മഹത്വത്തെ ഇടിച്ച് താഴ്ത്തുക. എന്നിട്ട് ഈ പൂർവികരായ പണ്ഡിതന്മാർ നമ്മളും ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഒരേപോലെയാണ് എന്നുള്ള ഒരു തരംതാന്ന ചിന്താഗതി മുസ്ലിങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരിക. എങ്ങനെ? ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരും പണ്ഡിതന്മാരാണ്, അവരെ അറബി സംസാരിക്കുന്നവരാണ്, അവര് ഖുർആൻ ഓതുന്ന ആളുകളാണ്, അവര് ഹിഫ്ദുള്ള ആളുകളാണ്, അപ്പൊ അവര് അറബി കോളേജുകളിൽ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അപ്പൊ എന്താണ്? അവരും ഒരേപോലെയാണ്, പൂർവികരായ ആളുകളും ഒരേപോലെയാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക്, എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതിയിലേക്ക്, ഒരു ദുഷിച്ച ഒരു ചിന്താഗതിയിലേക്ക്, ഒരു വ്യതിയാനത്തിന്റെ ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരെ കൊണ്ടുപോകുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, ഈ വാദത്തിന്റെ അപകടം എന്താ? ഇങ്ങനെ നമ്മൾ വാദിക്കുമ്പോൾ തഫ്സീർ ഇബ്നു കസീർ നമ്മൾ തള്ളേണ്ടി വരും. കാരണം ഇബ്നു കസീർ ആരാ? ഖുർആനിന് വിശദീകരണം എഴുതിയിട്ടുള്ള ആളാണ് ഇബ്നു കസീർ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുള്ളത് എന്താ? ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ടാകും, പണ്ഡിതന്മാരുടെ കവലുകൾ ഉണ്ടാകും. അപ്പൊ ഇബ്നു കസീറിന്റെ തഫ്സീർ നമ്മൾ തള്ളേണ്ടി വരും. അതേപോലെ ഖുർത്തുബിന്റെ തഫ്സീർ തള്ളേണ്ടി വരും, ഇബ്നു ജരീറിന്റെ തഫ്സീർ, ഇങ്ങനെ ലോകത്തുള്ള തഫ്സീറുകളൊക്കെ നമുക്ക് തള്ളേണ്ടി വരും. കാരണം ആ തഫ്സീറുകളിലുള്ളതൊക്കെ എന്താ? സഹാബികൾ ഇങ്ങനെ പറഞ്ഞു, താബീങ്ങൾ ഇന്നത് പറഞ്ഞു, ഇന്നാൾ ഇന്നത് പറഞ്ഞു, ഇന്നാൾ ഇന്നത് പറഞ്ഞു. ഇതൊക്കെ തള്ളണം എന്നാണ് ഇതിന്റെ പിന്നിലുള്ള ആശയം. അതേപോലെ തന്നെ ഹദീസുകളോ? ഇമാം ബുഖാരി ആരാ? നബി അല്ലല്ലോ. ഇമാം ബുഖാരി പണ്ഡിതനല്ലേ? പണ്ഡിതനാണ്. അപ്പൊ ഇമാം ബുഖാരിന്റെ അത് തള്ളേണ്ടി വരും. അപ്പൊ ഇമാം മുസ്ലിം ആരാ? പണ്ഡിതനാണ്, അതും തള്ളണം. ഇങ്ങനെ സിഹാഉ സിത്ത മൊത്തം തള്ളേണ്ടി വരും. അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളും തള്ളേണ്ടി വരും. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ സാധാരണ പറയാറുണ്ട് നിസ്കാരത്തിന്റെ ഷർത്തുകള് ഇന്നതൊക്കെയാണ്, നമസ്കാരത്തിന്റെ ഫറളുകള് ഇന്നതൊക്കെയാണ്, നമസ്കാരത്തിന്റെ സുന്നത്തുകള് ഇന്നതൊക്കെയാണ്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? അല്ലാഹുവിന്റെ റസൂലല്ലേ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമസ്കാരത്തിനത്തെ ഷർത്തുകൾ ഉണ്ട് എന്നുള്ള അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരായത്തുണ്ടോ? ഒരു ഹദീസ് ഉണ്ടോ? സുന്നത്തിലേറ്റുണ്ടോ? നമസ്കാരത്തിന്റെ ഫറളുകൾ ഇത്രയാണ്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഇത്രയാണ്. ആയത്തുണ്ട്, ഹദീസുണ്ട്, ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വുളൂഇന്റെ ഫർളുകൾ ഇന്നതാണ്, വുളൂഇന്റെ സുന്നത്തുകൾ ഇന്നതാണ്, വിധികൾ എന്ന് പറയുന്നത് 5 എണ്ണമാണ്, ഹറാമുണ്ട്, ഹലാലുണ്ട്, പിന്നെ കറാഹത്തുണ്ട്, ഫറലുണ്ട്, പിന്നെ എങ്ങനെയുള്ള വിധികൾ, പിന്നെ ഇങ്ങനെയുള്ള വിധികളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അതിന്റെ കാര്യം ഇന്ന ശുറൂത്തുകൾ അതിനുണ്ട്, പിന്നെ ഇന്ന ഫറലുകൾ അതിനുണ്ട്, ഇന്ന സുന്നത്തുകൾ അതിനുണ്ട്. അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ?
ഏത് ഹദീസിലാ അതുള്ളത്? ഏത് ആയത്തിലാ അതുള്ളത്? അപ്പോ പണ്ഡിതന്മാരെ തള്ളണം എന്ന് പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ തള്ളേണ്ടി വരും. ഏത് ഈ പറഞ്ഞ കാര്യങ്ങളെ അവസാനം എന്താകും? എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? ഇവരൊക്കെ തള്ളിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പറയുന്നത് എന്താണോ അത് സ്വീകരിക്കണം. ഞാൻ പറയുന്നത് എന്താണോ അത് സ്വീകരിക്കണം. അതപ്പോ ചെയ്യേണ്ടത് ആരെ? മുൻഗാമികളൊക്കെ തള്ളുക, സഹാബികളെ തള്ള, താബീങ്ങളെ തള്ള, കാരണം അവരൊക്കെ പണ്ഡിതന്മാരല്ലേ. അവരുടെ ഖൗലുകൾ എന്തിനാ